ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതേപോലെ തന്നെ സ്പേസിങ് കൊടുക്കുന്നതും ദെൻ ആപ്പ് ബാർ ക്രിയേറ്റ് ചെയ്യുന്നതും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കോൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് നമ്മുടെ ക്രോമിൽ കയറുന്നു. എനിക്കിപ്പോൾ എന്താണ് ഒരു പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രൊഫൈൽ സെർച്ച് ചെയ്തു. ഏതെങ്കിലും ഇമേജ് ഉണ്ടോ എന്ന് നോക്കാം. PNG, ഇതാ ഞാൻ ഈ ഒരു ഇമേജ് യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജിനെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമുക്ക് ഫ്ലട്ടറിൽ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഫോൾഡേഴ്സ് വഴി പോയി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലോർ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണാം. അതിനകത്തേക്ക് ലിബ്, ടെസ്റ്റ്, iOS, ബിൽഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യമേ ഇമേജസിനെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോൾഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് അവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഓരോ ഓപ്ഷൻസ് കാണാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ട്. ഞാൻ ഒരു ഡയറക്ടറി കൊടുക്കുന്നു. ഡയറക്ടറിയുടെ നെയിം ഞാൻ അസറ്റ്സ് എന്ന് കൂടി കൊടുക്കുന്നു. ഓക്കെ, അസറ്റ്സ് എന്നാണ് ഞാൻ നമ്മുടെ ഇമേജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയയ്ക്ക് നെയിം കൊടുത്തത്. ഇനി ഞാൻ ആ അസറ്റ്സിലേക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഒരു ഇമേജ് കൊണ്ടുവന്നിട്ടാണ്. ഓക്കെ, നമുക്കിവിടുന്ന് തന്നെ നെയിം മാറ്റി കൊടുക്കാം. ഞാനിവിടെ അതിന് profile.png എന്നാക്കി ആ ഇമേജിനെ അവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഇമേജിനകത്ത് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. profile.png എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമേജ് നമ്മുടെ ആപ്ലിക്കേഷനകത്തേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്കൊരിക്കലും ഡയറക്റ്റ്ലി നമുക്ക് കയറി വിളിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് pubspec.yaml എന്ന് പറഞ്ഞൊരു ഫയൽ കാണാൻ പറ്റും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് pubspec.yaml എന്നുള്ളത് നമ്മുടെ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. ഈ pubspec.yaml എന്ന് പറയുന്ന ഫയൽ വഴിയാണ് നമ്മുടെ ആപ്ലിക്കേഷനകത്തേക്ക് ഏത് പാക്കേജസോ അല്ലെന്നുണ്ടെങ്കിൽ ഇമേജസോ വീഡിയോസോ ഓഡിയോയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ടു ആഡ് അസറ്റ്സ് ടു യുവർ ആപ്ലിക്കേഷൻ ആഡ് ആൻ അസറ്റ് സെക്ഷൻ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കമൻറ്റ് ഇത്രയും ഞാനൊന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് മാറ്റുകയാണ്. ഇനി കമൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത് മുകളിൽ നമ്മൾ ആ യൂസേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എററായിട്ട് തന്നെ വരും. ഞാനിവിടെ അസറ്റ്സ് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ എവിടെയാണോ ഇമേജ് സ്റ്റോർ ചെയ്തത് ആ ഒരു നെയിമാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യാനുള്ളത്. ഞാനിവിടെ എന്തായിരുന്നു സ്പെസിഫൈ ചെയ്തത്? അസറ്റ്സ് എന്നായിരുന്നു. അസറ്റ്സ്. ഓക്കെ, അസറ്റ്സ് എന്ന് ആണ് ഞാൻ നെയിം കൊടുത്തത്. സ്ലാഷ് കൊടുക്കുന്നത് എന്തിനാണ്? ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലാഷ് കൊടുക്കുന്നത്, /. ഇപ്പോൾ നമ്മൾ അസറ്റ്സ് സ്ലാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അസറ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ളതിനെ നമുക്ക് ഫ്ലട്ടറിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ pubspec.yaml വന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് pubget എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. കാരണം നമ്മളിവിടെ വരുത്തിയ ചേഞ്ചസ് എല്ലാം ഒന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ SDKയിലേക്ക് ആ മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ നെറ്റിൽ നിന്ന് ഫെച്ച് ചെയ്യണം. രണ്ട്, നമ്മൾ ഈ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ ബാക്കിയുള്ള ഫയൽസിനകത്തും ആ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ pubget എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ pubget കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. ഹലോ ഡിയർ സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നു. ഇനി എനിക്ക് ഇവിടെ ഒരു ഇമേജ് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് മാത്രം പോരാ, എനിക്കൊരു ഇമേജും വേണം. അപ്പോൾ എനിക്കിവിടെ ഇമേജ് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇമേജ് ഡോട്ട് അസറ്റ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത സമയത്ത് നമുക്കതിന് പോസിബിലിറ്റി ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പാഡിംഗ് ആണ്. പാഡിങ്ങിനകത്ത് ഒരു സിംഗിൾ ചൈൽഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു നോർമൽ ബ്രാക്കറ്റ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാരാന്തസിസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ചൈൽഡിനെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള
വിഡ്ജറ്റിനെ അവിടെ കൊണ്ടുവരണം. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ചൈൽഡിനെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വിഡ്ജറ്റുകളാണ് 1 റോ, 2 കോളം, ദെൻ സ്റ്റാക്ക്, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മൾട്ടിപ്പിൾ ചൈൽഡിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ക്യാരി ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോഡിയിൽ ഈ ഒരു പാഡിംഗ് എന്ന് പറയുന്ന ഏരിയ ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. അവിടെ അതിന് പകരം ഞാനൊരു കോളം കൊടുക്കുന്നു. ഓക്കെ, കോളം കൊടുത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, കോളം കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അവിടെ ഒരു നോർമൽ ബ്രാക്കറ്റ് അല്ലേ കൊടുത്തതെന്ന് വിചാരിക്കും. പക്ഷേ ഇതിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പ്രോപ്പർട്ടിക്കകത്തേക്കായിരിക്കും നമ്മൾ ബാക്കിയുള്ള വിഡ്ജറ്റ്സിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനവിടെ ചിൽഡ്രൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത പാഡിങ് കൊടുത്തു. അതേപോലെ തന്നെ ഇമേജ് ഡോട്ട് അസെറ്റ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വേറെ എങ്ങനെ എററില്ല. അതിനകത്ത് നമുക്കതിനെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റി. ഇനി കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഒരു വെർട്ടിക്കലി ഒരു കാര്യത്തിനെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോളം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഒരു റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഹൊറിസോണ്ടലി അലൈൻ ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഒരു കോളമാണ്. നമുക്ക് മുകളിലായിട്ട് ഒരു ഡാർക്ക് ബ്ലൂ ഏരിയ ഉണ്ട്, അതിന് താഴെയായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഏരിയ ഉണ്ട്, അതിന് താഴെയായിട്ടൊരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട് അല്ലേ. ഇനി ഈ ഒരു ആപ്പ് ബാർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റോയാണ്. ഇവിടെ നമുക്ക് ആദ്യമേ ഒരു ഡ്രോയർ ഉണ്ട്, ദെൻ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സെർച്ച് ബാറുണ്ട്. അപ്പോൾ റോയിൽ നമുക്ക് ഹൊറിസോണ്ടലിയും കോളത്തിനകത്ത് നമുക്കതിനെ വെർട്ടിക്കലിയും അലൈൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇമേജ് ഡോട്ട് അസെറ്റ് എന്ന് ഞാനിവിടെ ഓൾറെഡി കോൾ ചെയ്തു. ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇമേജ് ഡോട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അസെറ്റ്, നെറ്റ്വർക്ക്, ഫയൽ, മെമ്മറി, അങ്ങനെ ഒരുപാടെണ്ണം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അസറ്റിലുള്ളതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ അസെറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഒരു സിംഗിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്തോ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്തോ നമുക്ക് ഏതാണോ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഫയൽ അതിവിടെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നാണോ എടുത്തിരിക്കുന്നത്, അസറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറാണ്. അപ്പോൾ ഫോൾഡറിൻ്റെ നെയിം കൊടുക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമേജിൻ്റെ നെയിമും കൊടുക്കുക. ഞാൻ പ്രൊഫൈൽ എന്നായിരുന്നു കൊടുത്തിരുന്നത്, അതിൻ്റെ എക്സ്റ്റൻഷൻ .png അല്ലേ. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. നമ്മൾ കൊടുത്തിരുന്ന ഇമേജ് പ്രൊഫൈൽ.png ആണ്. ഞാൻ അതിൻ്റെ നെയിം ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ഇവിടെ വന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, ഹലോ ഡിയർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റും അതിന് താഴെയായിട്ട് നമ്മുടെ ഇമേജും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ആ ഇമേജിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പാഡിങ് കൊടുക്കാം അല്ലേ. പാഡിങ് കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാം, ഡയറക്റ്റ്ലി പാഡിങ് വെച്ച് റാപ്പ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ പാഡിങ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇമേജ് കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി ആ ഒരു ബോക്സിനകത്തേക്ക് നിന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമേജ് ആഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്കിനി ഇതിനകത്തേക്ക് ബട്ടൺ പോലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതും പഠിക്കണം. അതേപോലെ നമുക്കിതിനെ കുറച്ചുകൂടെ മോഡൽ ആക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതും പഠിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.